ഓം നമഃ ശിവായ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം, മോക്ഷദായകനായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എങ്ങനെ നേടാം, മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. സർവ പാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം. വിഷ്ണു പ്രീതിക്കും അത്യുത്തമമാണ് ഏകാദശി വ്രതം. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവ് കഴിഞ്ഞ് 11-ാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ദ്വാദശി സംബന്ധമുള്ള ആനന്ദ പക്ഷം എന്നും ഇതിനെ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ച 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകും. വ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ. ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം. 2. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ചൊല്ലാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ചൊല്ലാം. വളരെ ശ്രേഷ്ഠമാണ്. 3-മതായിട്ടുള്ള കാര്യം, ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യണം. വളരെ ഉത്തമമാണ്. 4-മതായി, ക്ഷേത്രത്തിൽ ഭഗവാന് 4 പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത്. തുളസിമാല, തൃക്കൈ വെണ്ണ, പാൽപായസം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്താവുന്നതാണ്. ഇത് ഐശ്വര്യപ്രദമാണ്. 5-മത്തേത്, ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം പാടില്ല. പഴങ്ങളും ഗോതമ്പും കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക. ഉപവാസമാണ് ഉത്തമം. തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ട്. ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതും ഗോതമ്പായിരിക്കണം കഴിക്കുന്നത്. അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. 6-മതായിട്ട്, അത്താഴം ഒഴിവാക്കി 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്ന 2-3 നാളിലെ പാപം മാറുമെന്നും ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് 7 ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു. സർവ പാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ദിവസം മുഴുവൻ നാമജപത്തോടെ കഴിയുന്നതും ഉത്തമമാണ്. 7-മതായിട്ട്, പകലുറക്കം നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. മനഃശുദ്ധിയുടെയും ഭക്തിയുടെയും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി. ഇത് രോഗശാന്തി, മനഃശാന്തി, കുടുംബസ്വസ്ഥത, ആയുരാരോഗ്യം, സമ്പത്തും കീർത്തിയും എല്ലാം നേടിത്തരും. ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കാനും ഇടയാക്കും. വൃശ്ചികം കഴിഞ്ഞു വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയുന്നത്. ഏകാദശി ദിവസം നടത്തേണ്ട വഴിപാടുകളും അവയുടെ ഫലങ്ങളും: പുരുഷ സൂക്താർച്ചന, ഇഷ്ടസന്താന ലബ്ധി; ഭാഗ്യസൂക്താർച്ചന, ഭാഗ്യസിദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി; ആയുർ സൂക്താർച്ചന, ആയുർവർദ്ധന, രോഗമുക്തി; വെണ്ണ നിവേദ്യം, ബുദ്ധിവികാസത്തിന്; പാൽപായസ നിവേദ്യം, ധനധാന്യവർദ്ധന; പാലാഭിഷേകം, ക്രോധം നിമിത്തമുള്ള കുടുംബ സമാധാനമില്ലായ്മയ്ക്ക് അറുതി വരുത്തും; സന്താന ഗോപാല മന്ത്രാർച്ചന, സൽസന്താന ലാഭം; സഹസ്രനാമ അർച്ചന, ഐശ്വര്യം, മംഗളസിദ്ധി; നെയ്വിളക്ക്, നേത്രരോഗശമനം, അഭിഷ്ടസിദ്ധി; സുദർശന ഹോമം, രോഗശാന്തി. ഗുരുവായൂർ ഏകാദശി എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ മനസ്സിൽ നന്നായി വിചാരിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.